വെൽക്കം ടു വിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ അങ്ങനെ ഒരു പരസ്പരം സംസാരിക്കാൻ പോവാന്നല്ലേ. എങ്ങനെയാ? അതത്ര ഈസി അല്ല അല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ നേരിട്ട് സംസാരിക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒരു 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ മലയാളത്തിൽ ചോദിച്ചിട്ട് അതിന് ഹിന്ദിയിലാക്കുകയല്ല, നമ്മളന്ന് ടെസ്റ്റ് ചെയ്ത പോലെ. അതല്ല, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, ഈസിയാണ്. ഇതുപോലെയുള്ള സെക്ഷൻസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നൊന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അറിയാത്തവരാണ്, റിപ്ലൈ തരാൻ അറിയില്ലെങ്കിൽ ഒരു 2-3 സെക്കൻഡിന് ശേഷം അടിയിൽ അതിന്റെ ആൻസർ എഴുതി കാണിക്കാം. ഓക്കെ, ആസ് യൂഷ്വൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ആപ് കൈസേ ഹോ? ആപ് കൈസേ ഹോ? ആൻസർ പറഞ്ഞു. ഓക്കെ, मैं ठीक हूं അല്ലേ? ഓക്കെ, എത്ര പേർക്ക് പറയാൻ പറ്റി എന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ തന്നെ വിലയിരുത്തുക കേട്ടോ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. आप कल कहाँ गए थे? आप कल कहाँ गए थे? थे വന്നതുകൊണ്ട് അത് നമുക്ക് മനസ്സിലായി ഇന്നലെ എന്നാണ്. അപ്പൊ എന്തായാലും അർത്ഥം? താങ്കൾ ഇന്നലെ എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു? ഏതെങ്കിലും ഒരു സ്ഥലം മനസ്സിലാലോചിച്ച് പറഞ്ഞോളൂ. ओके, मैं कल ऑफिस गया था, स्कूल गया था, बाजार गया था, मंदिर गया था. എന്ത് വേണമെങ്കിലും നിങ്ങൾ എവിടെയാ പോയിരിക്കുന്നത് അതിനൊരു സ്ഥലം പറയും കേട്ടോ. आप कल कहाँ गए थे? താങ്കൾ എവിടെ പോയിരുന്നു ഇന്നലെ? मैं कल ऑफिस गया था. മനസ്സിലാവുന്നുണ്ടോ? ചോദ്യം ചോദിച്ചത് എങ്ങനെയാണ്, ആൻസർ പറഞ്ഞത് എങ്ങനെയാണ്? ശ്രദ്ധിക്കണം കേട്ടോ. ശരി, ഇനി आज आपको कितने बजे जाना है? आज आपको कितने बजे जाना है? ഞാൻ മലയാളത്തിൽ പറയുന്നതിന് മുമ്പേ നിങ്ങൾ അതിന് അർത്ഥം മനസ്സിലാക്കി എടുക്കണം കേട്ടോ. എന്താ ഞാൻ ചോദിച്ചേ? ഇന്ന് നിങ്ങൾക്ക് എത്ര മണിക്ക് പോകണം? അപ്പൊ ആൻസർ തന്നോളൂ. आज मुझे 9 बजे जाना है. 8 बजे, 7 बजे, 6 बजे. ഇനി ഞാൻ ടൈമിനൊരു ക്ലാസ് ഇടാം, കാരണം അതൊന്ന് പറഞ്ഞു തരാനുണ്ട്. ഇപ്പൊ 9:30-ക്കാണെങ്കിൽ എങ്ങനെയാ പറയാന്നറിയോ? 9:30 ബജെ. ഇനി 9:15-നാണെങ്കിൽ 9:15 ബജെ. മനസ്സിലായോ? ഇനി 9:45-നാണെങ്കിലോ 9:45 ബജെ. അപ്പോൾ ടൈമിന് വേണ്ടി നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ക്ലാസ് ഇടാം കേട്ടോ, കാരണം അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. ആജ് മുझे 9 ബജെ ജാനാ ഹൈ. അതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ശരി. ഇനി നമ്മൾ എന്നും ഉഷാറായിട്ട് നടക്കുന്ന ഒരാളോട് പെട്ടെന്ന് കാണുമ്പോൾ വയ്യാത്ത രീതിയിൽ തോന്നുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുന്നത്? ആപ്കോ ക്യാ ഹോ ഗയാ? ആപ്കോ ക്യാ ഹോ ഗയാ? ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ആപ്കോ ക്യാ ഹോ ഗയാ? എന്താ നമ്മുടെ അവസ്ഥ എന്നുള്ളതാണ്. ചിലർക്ക് പനിയായിരിക്കാം. മുझे 2 दिन से बुखार है. എനിക്ക് 2 ദിവസമായിട്ട് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പനിയാണ്. 2 ദിവസമായിട്ടെന്ന് പറയണ്ട, മുझे बुखार है എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയാണ്. അതല്ല, എനിക്ക് ശരീരം തീരെ സുഖമില്ല, അങ്ങനെ പറയും അല്ലേ. मेरी तबीयत ठीक नहीं है. मेरी तबीयत ठीक नहीं है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ സുഖമില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം പഠിക്കുകയാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. എനിക്ക് സുഖമില്ല എന്നെങ്ങനെ പറയണേ? മേരി തബിയത്ത് ടീക്ക് നെയ്യേ. ഓക്കെ, ശരി. ഇനി ആപ്കോ കോൺസാ രംഗ് പസന്ത് ഹൈ? ഞാൻ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആടാ ചോദിക്കുന്നത്, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻസർ ചെയ്തോ. ആപ്കോ കോൺസാ രംഗ് പസന്ത് ഹൈ? സെന്റൻസ് ആയിട്ട്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം? മുझे നീല രംഗ് പസന്ത് ഹൈ. നീല എന്ന് പറഞ്ഞാൽ നീല. ഓക്കെ, പീല രംഗ് പസന്ത് ഹൈ. പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ. ഇനി എന്താ? ഹര രംഗ് പസന്ത് ഹൈ. ഹര എന്ന് പറഞ്ഞാൽ ഗ്രീൻ. ഓക്കെ, അങ്ങനെ പല പല കളേഴ്സ് ഉണ്ട്. കളേഴ്സൊക്കെ ഞാൻ എന്താ പറയുക, ചെറിയ വീഡിയോസ് ഇടുമല്ലോ, സൺഡേ ഓർ സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പോൾ അതിൽ ഇട്ട് വയ്ക്കുക കേട്ടോ. ശരി, അപ്പോൾ ആപ്കോ കോൺസാ രംഗ് പസന്ത് ഹൈ? ഓക്കെ, ശരി. ഓക്കെ, ഇനി അടുത്ത ചോദിക്കട്ടെ. आपके घर में कौन कौन है? आपके घर में
കോൺ കോൺ ഹേ? താങ്കളുടെ വീട്ടില് ആരൊക്കെയുണ്ട്? അതാണ് കേട്ടോ ചോദിച്ചത്. ആൻസർ ചെയ്തോളൂ. ടൈം കിട്ടിയോ? मेरे घर में പിതാജി, മാതാജി, നമ്മളെക്കാളും വലിയ ഒരു സഹോദരനാണെങ്കിൽ ബഡാ ബായി, ഇനി ചെറിയ സഹോദരിയാണെങ്കിൽ ഓർ ചോട്ടി ബഹൻ ബി ഹേ. മനസ്സിലായോ? വലിയ സഹോദരനാണെങ്കിൽ എന്താ പറയാ, ബഡാ ബായി. ചെറിയ സഹോദരനാണെങ്കിൽ ചോട്ടാ ബായി. വലിയ സഹോദരിയാണെന്നുണ്ടെങ്കിൽ ബഡി ബഹൻ. ചെറിയ സഹോദരിയാണെങ്കിൽ ചോട്ടി ബഹൻ. ഓക്കെ. पिताजी, माताजी, बड़ा भाई और छोटी बहन भी है. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് അതനുസരിച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ. ഇനി ഹസ്ബൻഡിനെ ആണെങ്കിൽ പതി എന്നാട്ടോ പറയാ. പതി ഹസ്ബൻഡ്. വൈഫിനെ ആണെങ്കിൽ പത്നി. ഓക്കെ. പതി പത്നി. ഇനി എന്താ നമ്മൾ പറയില്ലേ, അമ്മായിച്ചൻ, അമ്മായിമ്മ അല്ലേ? ഓക്കെ. സാസ് സസൂർ. ഓക്കെ. സാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി അമ്മ, സസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി അച്ഛൻ. അതാണ് കേട്ടോ മീനിങ്സ്. ഇനി ആപ്നെ കൽ ഉൻകോ ദേഖാ താ? ഞാൻ ചോദിക്കുകയാണ്, ആപ്നെ കൽ ഉൻകോ ദേഖാ താ? താങ്കൾ ഇന്നലെ അവനെ കണ്ടിരുന്നോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം ആൻസർ ചെയ്തോളൂ. കണ്ടിരുന്നെങ്കിൽ എന്ത് പറയണം? മേനെ ഉൻകോ കൽ ദേഖാ താ. ഓക്കെ. ഇനി കണ്ടില്ലെങ്കിലോ? मैंने उनको कल नहीं देखा था. मैंने उनको कल नहीं देखा था. ഞാൻ കണ്ടില്ലായിരുന്നു. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മളിപ്പോൾ ചോദിക്കണം ആരുടെയും, നിൻ്റെ അടുത്ത് കുറച്ച് പൈസ എടുക്കാനുണ്ടാവുമോ? എങ്ങനെ ചോദിക്കാന്നറിയാം? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ആൻസർ വന്നോ? आपके पास पैसे है क्या? आपके पास पैसे है क्या? मेरे पास पैसे नहीं है. ഉണ്ടെങ്കിൽ मेरे पास पैसे है. മനസ്സിലായോ? ഈസി അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. आप रोज कितने बजे सोते हो? आप रोज कितने बजे सोते हो? आंसर. मैं रोज 10 बजे सोता हूँ. താങ്കൾ എത്ര മണിക്കാണ് റോജ്, റോജ് എന്ന് പറഞ്ഞാൽ ഡെയിലി എന്നാണ് അർത്ഥം. എത്ര മണിക്കാണ് ദിവസവും ഉറങ്ങാറ്? അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പം എന്താ പറഞ്ഞ? മേ റോജ്, ഞാൻ എന്നും 10 ബജെ സോത്താവും, 10 മണിക്ക് ഉറങ്ങും. ഓക്കെ. ശരി. ഇനി ലാസ്റ്റ് സെന്റൻസ്. ആപ് റോജ് വ്യായാം കർത്തേ ഹോ ക്യാ? ആപ് റോജ് വ്യായാം കർത്തേ ഹോ ക്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ടോ എന്നാണ്. അപ്പൊ എന്താണ് ആൻസർ? ഓൾമോസ്റ്റ് कभी कभी करता हूँ. റോജ് നെയ് കർത്ത. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, എല്ലാ ദിവസവും ചെയ്യാറില്ല. പക്ഷെ അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയല്ല. ചിലവര് മേ വ്യായാം റോജ് കർത്താവും അല്ലേ, എല്ലാ ദിവസവും ചെയ്യും അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എന്താ പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. വളരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിച്ചത്. ഇത് ഒന്ന് റിപ്ലൈ തന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ 60 ഡേയ്സിൽ നമ്മൾ എന്താ പറയുന്നത്, എല്ലാ രീതിയിലും ട്രൈ ചെയ്യിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെയല്ലേ വരാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒരാളില്ലാത്തവരുടെ സംബന്ധിച്ച് സംസാരിക്കാൻ കൂടെ മറ്റാരും ഇല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ 60 ഡേയ്സ് ചലഞ്ചിൽ ഇതുപോലെ പല പല വെറൈറ്റി ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ഇന്നത്തേക്ക് ബൈ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ഇഷ്ടപ്പെട്ട ലൈക്ക്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.